Hey guys, so ഈ വീഡിയോയിൽ ഡീകമ്മീഷനിങ് കോസ്റ്റിൻ്റെ ഒരു പ്രോബ്ലം ആൻഡ് റീസ്ട്രക്ചറിങ്ങിൻ്റെ കണ്ടീഷൻസും പിന്നെ കണ്ടീജൻറ്റ് ലയബിലിറ്റി ആൻഡ് കണ്ടീജൻറ്റ് അസറ്റിനെ കുറിച്ചൊക്കെയാണ് പറയാൻ പോകുന്നത്. ഇത് പ്രൊവിഷൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഇതിന് മുന്നത്തെ വീഡിയോ കാണാത്തവർ അത് കണ്ടിട്ട് ഇത് കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ ചാൻസ് കുറവായിരിക്കും. സോ മുന്നത്തെ വീഡിയോയിൽ എക്സാമ്പിൾസ് ഓഫ് പ്രൊവിഷനിലെ ഡീകമ്മീഷനിങ് കോസ്റ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ വീഡിയോയിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് പ്രോബ്ലത്തിലോട്ട് കടക്കാം. ക്വസ്റ്റ്യൻ: എ മൈൻ ഈസ് അക്വയർഡ് costing 10,000 and has a useful life of 5 years, after which it will be closed down. The cost of dismantling is expected to be $2,000 at the end of its useful life. The discount rate is 10%. Show the financial statements for 5 years. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? മൈൻ ഈസ് അക്വയർഡ് കോസ്റ്റിംഗ് 10,000. അതായത് നമ്മുടെ കയ്യിൽ ഒരു അസറ്റ് ഉണ്ട്, അതിൻ്റെ കോസ്റ്റ് വരുന്നത് $10,000 ആണ്. 5 ഇയേഴ്സ് കഴിഞ്ഞാൽ ഈ മൈൻ ക്ലോസ് ഡൗൺ ചെയ്യണം. അപ്പോൾ ആ സമയത്ത് ഈ അസറ്റിനെ നമ്മൾ ഡീകമ്മീഷനിങ് ചെയ്യും. അത് ചെയ്യാൻ വരുന്ന കോസ്റ്റാണ് $2,000 ആൻഡ് ഡിസ്കൗണ്ട് റേറ്റ് ഈസ് ഈക്വൽ ടു 20%. ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, അപ്പോൾ കാൽക്കുലേഷൻ ഇവിടെ എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മളിവിടെ ഡീകമ്മീഷനിങ് കോസ്റ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂ കാണണം. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് വാല്യൂ എങ്ങനെ കാണാം? പ്രസൻറ്റ് വാല്യൂ ഇസ് ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1 + r ഹോൾ റേസ് ടു n, വെർ r ഇസ് ഈക്വൽ ടു ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. r എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, ആൻഡ് n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ഓക്കെ, ഇവിടെ എത്രയാണ് ഫ്യൂച്ചർ വാല്യൂ വരുന്നത്? which is equal to 2,000. ഫ്യൂച്ചർ വാല്യൂ പറഞ്ഞാൽ 10 ഇയേഴ്സ് കഴിഞ്ഞാൽ ഈ മൈൻ ഡീകമ്മീഷനിങ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിസ്മാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രസൻറ്റ് വാല്യൂ ഇസ് ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1 + r ഹോൾ റേസ് ടു n. അപ്പോൾ ഫ്യൂച്ചർ വാല്യൂ വരുന്നത് 2,000 ആണ്. 2,000 ഡിവൈഡഡ് ബൈ 1 + r. r എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? വിച്ച് ഈസ് ഈക്വൽ ടു 10%. അപ്പോൾ 1 + 0.1, അതായത് 10%നെ നമ്മൾ 10 ഡിവൈഡഡ് ബൈ 100 ചെയ്യുന്ന സമയത്ത് നമുക്ക് 0.1 കിട്ടും. ഹോൾ റേസ് ടു n. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ഇതിൻ്റെ യൂസ്ഫുൾ ലൈഫ് എത്രയാണ് ഇവിടെ വരുന്നത്? 5 ഇയേഴ്സ്. അപ്പം n എന്ന് പറയുന്നത് 5 ആണ് വരിക. അപ്പോൾ ടോട്ടൽ 2,000 ഡിവൈഡഡ് ബൈ 1 + 0.1 ഹോൾ റേസ് ടു 5. അപ്പോൾ വരുന്ന സമയത്ത് 2,000 ഡിവൈഡഡ് ബൈ 1.61 ഇസ് ഈക്വൽ ടു 1242. 1,242 ആണ് നമുക്ക് കിട്ടാം. അപ്പോൾ 1,242 ആണ് ഡിസ്മാൻഡിലിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ ഡീകമ്മീഷനിങ് കോസ്റ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂ. 5 ഇയേഴ്സ് കഴിഞ്ഞാൽ 2,000 മുടക്കുവാണെങ്കിൽ ഇന്ന് അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് 1,242 ആണ്. ഓക്കെ, ഇനി ഈ 1,242 അസറ്റിൻ്റെ കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അസറ്റിൻ്റെ കോസ്റ്റ് എത്രയാണ്? ഇസ് ഈക്വൽ ടു 10,000. അപ്പം നമ്മൾ 10,000 + 1,242 ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് കിട്ടി. ഇനി നമുക്ക് പ്രൊവിഷൻ്റെ ഓപ്പണിംഗ് ബാലൻസ് കാണണം. പ്രൊവിഷൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഏതാ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇവിടെ പ്രസൻറ്റ് വാല്യൂ കണ്ടില്ലേ? പ്രസൻറ്റ് വാല്യൂ ആയിരിക്കും പ്രൊവിഷൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമ്മൾ കാണിക്കുക. അപ്പോൾ ഇവിടെ പ്രസൻറ്റ് വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടി? 1,242. സോ 1,242 ആണ് പ്രൊവിഷൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരാം. ഇനി നമുക്ക് അസറ്റിൻ്റെ ക്ലോസിംഗ് ബാലൻസ് കാണണം. അതിനെ നമ്മൾ അസറ്റിനെ ഡിപ്രീസിയേറ്റ് ചെയ്യണം. ഓക്കെ, അസറ്റിൻ്റെ ക്ലോസിംഗ് ബാലൻസ് കാണാനായിട്ട് നമ്മൾ അസറ്റിനെ ഡിപ്രീസിയേറ്റ് ചെയ്യണം. ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ബേസിസിലാണ് ചെയ്യുക? യൂസ്ഫുൾ ലൈഫിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു 11,242 divided by 5
ഇസ് ഈക്വൽ ടു എത്രയാണ് വരിക? 2248. സോ പെർ ഇയർ ഡിപ്രീസിയേഷൻ വരുന്നത് 2248 ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഡിപ്രീസിയേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഡിപ്രീസിയേഷനെ SOPL ആണ് കാണിക്കുക. ആൻഡ് അസറ്റിൻ്റെ ക്ലോസിംഗ് ബാലൻസിനെ നമ്മൾ എവിടെ കാണിക്കുക? SOFPയിൽ. ഓക്കെ, സോ SOPL ഇയർ 1, ഇയർ 2, ഇയർ 3, ഇയർ 4, ഇയർ 5. കാരണം നമ്മളുടെ അടുത്ത് 5 ഇയേഴ്സിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ കാണിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് 1, 2, 3, 4, 5. ഓക്കെ, ഇനി ഡിപ്രീസിയേഷൻ ഇവിടെ സ്ട്രെയിറ്റ് ലൈനാണ്, അതുകൊണ്ട് തന്നെ എല്ലാ ഇയറും സെയിം എമൗണ്ട് ആണ് വരിക. അപ്പോൾ 1, 2 ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറും തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, ഫിഫ്ത്ത് ഇയറിലൊക്കെ സെയിം എമൗണ്ട് ആണ് വരിക. 2248 ആണ് വരിക. ഇനി നമ്മൾ അസറ്റിൻ്റെ ക്ലോസിംഗ് ബാലൻസ് കാണാനായിട്ട് എന്താ ചെയ്യുക? അസറ്റിൻ്റെ ക്ലോസിംഗ് ബാലൻസ് കാണാനായിട്ട് നമ്മൾ അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് മൈനസ് ഡിപ്രീസിയേഷൻ ചെയ്യണം. അപ്പോൾ അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ് ഇപ്പം? 11,242. അപ്പോൾ 11,242 മൈനസ് 2,242 ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താണ്? ഫസ്റ്റ് ഇയറിൻ്റെ അസറ്റിൻ്റെ ക്ലോസിംഗ് ബാലൻസ് കിട്ടും. എത്രയാണ് കിട്ടുക? 8,994 ആണ് നമുക്ക് ഫസ്റ്റ് ഇയർ അസറ്റിൻ്റെ ക്ലോസിംഗ് ബാലൻസ് കിട്ടുക. അത് നമ്മൾ SOFPയിൽ എഴുതണം. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ഇയറിൻ്റെ മാത്രം കണ്ടാൽ മതിയോ? പോരാ, നമ്മൾ 5 ഇയേഴ്സിൻ്റെ അസറ്റിൻ്റെ ക്ലോസിംഗ് ബാലൻസ് കാണണം. ഓക്കെ, ഇനി സെക്കൻഡ് ഇയറിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എങ്ങനെ നമ്മൾ കാണാം? ഫസ്റ്റ് ഇയറിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും സെക്കൻഡ് ഇയറിലെ അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് വരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എത്രയാണ്? 8,994. 8,994 മൈനസ് ഡിപ്രീസിയേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് സെക്കൻഡ് ഇയറിൻ്റെ അസറ്റിൻ്റെ ക്ലോസിംഗ് ബാലൻസ് കിട്ടും. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഇയറിൻ്റെ ഇവിടെ എത്രയാണ് കിട്ടുക? 6,746 ആണ് നമുക്ക് സെക്കൻഡ് ഇയറിൻ്റെ അസറ്റിൻ്റെ ക്ലോസിംഗ് ബാലൻസ് കിട്ടുക. അങ്ങനെ ഫുള്ള് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവസാനം ഫിഫ്ത്ത് ഇയർ ആകുമ്പോൾ അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് 0 ആവും. അങ്ങനെ നമുക്ക് ഇവിടെ അസറ്റിൻ്റെ ക്ലോസിംഗ് ബാലൻസ് 5 ഇയേഴ്സിലുള്ളത് കിട്ടി. ഇനി നമുക്ക് പ്രൊവിഷൻ്റെ ക്ലോസിംഗ് ബാലൻസ് കാണണം. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവിഷൻ്റെ ഓപ്പണിംഗ് ബാലൻസിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് ഇവിടെ പറഞ്ഞത് നമ്മൾ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിരുന്ന ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അതിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. പ്രൊവിഷൻ്റെ ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് ഇൻട്രസ്റ്റ് റേറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൊവിഷൻ്റെ ക്ലോസിംഗ് ബാലൻസ് കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇൻട്രസ്റ്റിനെ ഫൈനാൻസ് കോസ്റ്റായിട്ട് SOPL കാണിക്കണം. ആൻഡ് പ്രൊവിഷൻ്റെ ക്ലോസിംഗ് ബാലൻസിനെ നമ്മൾ എവിടെ കാണിക്കണം? SOFPയിൽ കാണിക്കണം. ഓക്കെ, അപ്പം ഞാനിവിടെ മുന്നേ പറഞ്ഞു പ്രൊവിഷൻ്റെ ഓപ്പണിംഗ് ബാലൻസ് പ്രസൻറ്റ് വാല്യൂവിൻ്റെ സെയിം എമൗണ്ട് ആണ് വരാമെന്ന്. അപ്പോൾ നമ്മുടെ പ്രസൻറ്റ് വാല്യൂ എത്രയാണ്? 1,242 പ്ലസ് നമ്മൾ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൊവിഷൻ്റെ ക്ലോസിംഗ് ബാലൻസ് കിട്ടും. ആൻഡ് ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 10%. അപ്പം ഓപ്പണിംഗ് ബാലൻസ് ഇസ് ഈക്വൽ ടു 1,242 പ്ലസ് ഇൻട്രസ്റ്റ് റേറ്റ് 10%. അപ്പോൾ 10% പറയുമ്പോൾ 124 വരും 10% പറയുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ 1,242 ഓപ്പണിംഗ് ബാലൻസ് പ്രൊവിഷൻ്റെ പ്ലസ് ഇൻട്രസ്റ്റ് റേറ്റ് 124 ചെയ്യുന്ന സമയത്ത് എത്ര വരും? 1,366 കിട്ടും. അപ്പോൾ ഇതാണ് പ്രൊവിഷൻ്റെ ഫസ്റ്റ് ഇയറിലെ ക്ലോസിംഗ് ബാലൻസ് വരിക. ആൻഡ് അങ്ങനെ നമ്മൾ 5 ഇയേഴ്സിൻ്റെ പ്രൊവിഷൻ്റെ ക്ലോസിംഗ് ബാലൻസ് കണ്ടിട്ട് നമ്മൾ SOFPയിൽ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഡീകമ്മീഷനിങ് കോസ്റ്റിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. ഇനി അടുത്തത് നമ്മൾ റീസ്ട്രക്ചറിങ്ങിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മൾ റീസ്ട്രക്ചറിങ്ങിൻ്റെ ഒരു ബേസിക് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. അപ്പോൾ റീസ്ട്രക്ചറിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു കമ്പനി, ആ കമ്പനിക്ക് കുറച്ച് ബ്രാഞ്ചുകൾ പല പല കൺട്രിയിലായിട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. ബ്രാഞ്ച് A, ബ്രാഞ്ച് B, ബ്രാഞ്ച് C, D, E. ഓക്കെ, ആൻഡ് ഇതിൽ ബ്രാഞ്ച് B കമ്പനി നെക്സ്റ്റ് ഇയർ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പം നെക്സ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ 2024 ആണ്. ക്ലോസ് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്യുന്നത് 2023 2024 ആക്ച്വൽ ക്ലോസിംഗ് ചെയ്യാനെന്ന് കമ്പനി ഉദ്ദേശിക്കുന്നത്. ബട്ട് 2023 അത് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ബ്രാഞ്ച് ബീൻ്റെ ഡീറ്റെയിൽസ് നോക്കിയ സമയത്ത് ആ ബ്രാഞ്ചിൽ ടോട്ടൽ 1000 എംപ്ലോയീസ് ഉണ്ട്. അപ്പോൾ കമ്പനി വിചാരിക്കുകയാണ്
അതിലൊരു 500 എംപ്ലോയീസിനെ ട്രെയിനിങ് കൊടുത്തിട്ട് വേറെ ബ്രാഞ്ചിലേക്ക് കയറ്റാമെന്നും ആൻഡ് ബാക്കി 500 എംപ്ലോയീസിനെ പിരിച്ചു വിടാമെന്നും. അപ്പോൾ ഇവിടെ ട്രെയിനിങ് കോസ്റ്റ് വരുന്നത് $300 ആണ്. അതായത് 500 എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോസ്റ്റ് വരുന്നത് $300 ആണ്. ആൻഡ് പിരിച്ചു വിടാൻ, അതായത് റിഡൻഡൻസി കോസ്റ്റ് വരുന്നത് $400 ആണ്. ഈ കോസ്റ്റൊക്കെ എപ്പോഴാണ് വരിക? നെക്സ്റ്റ് ഇയറിൽ, അതായത് ബ്രാഞ്ച് ക്ലോസ് ഡൗൺ ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഈ കോസ്റ്റിനെയൊക്കെ നമ്മൾ ഈ ഇയറിൽ തന്നെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ കാണിക്കും. അതിനെയാണ് നമ്മൾ പ്രൊവിഷൻ എന്ന് പറയാം. പക്ഷേ അവിടെ ഒരു കണ്ടീഷൻ വരുന്നുണ്ട്. ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഈ കോസ്റ്റിനെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് കണ്ടീഷൻസ് മീറ്റ് ചെയ്യണം. അപ്പോൾ കണ്ടീഷൻസ് എന്തൊക്കെയാണ് വരിക? ഫസ്റ്റ് കണ്ടീഷൻ, ആൻ എൻറ്റിറ്റി മസ്റ്റ് ഹാവ് എ ഡീറ്റെയിൽഡ് ഫോർമൽ പ്ലാൻ ഫോർ ദ റീസ്ട്രക്ചറിങ്. അതായത് ഒരു ഡീറ്റെയിൽഡ് ആൻഡ് ഫോർമൽ പ്ലാൻ ഉണ്ടാവും. നെക്സ്റ്റ് ഇയറിൽ ഈ ബ്രാഞ്ച് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എത്ര എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കും, എത്ര എംപ്ലോയീസിനെ പിരിച്ചു വിടണം, അങ്ങനെയൊക്കെ ഉള്ളൊരു ഡീറ്റെയിൽഡ് പ്ലാൻ മുന്നേ റെഡിയാക്കിയിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ റീസ്ട്രക്ചറിങ്ങിൻ്റെ കോസ്റ്റിനെ നമുക്ക് പ്രൊവിഷനായിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. സെക്കൻഡ് കണ്ടീഷൻ, ഇറ്റ് must have realized a valid expectation in those affected that it will carry out the restructuring by starting to implement that plan or announcing its main features to those affected by it. അതായത് ഈ റീസ്ട്രക്ചറിങ് കൊണ്ട് ആരൊക്കെയാണോ അഫക്റ്റഡ് ആവാൻ പോകുന്നത് ആ ആൾക്കാരുടെ അടുത്തൊക്കെ ഈ പ്ലാൻ അനൗൺസ് ചെയ്തിരിക്കണം മുന്നേ തന്നെ. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസ് ആദ്യം സാറ്റിസ്ഫൈ ചെയ്യണം. എന്നിട്ട് പിന്നെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. റീസ്ട്രക്ചറിങ്ങിൻ്റെ എല്ലാ കോസ്റ്റിനും നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യില്ല. അവിടെ പറയുന്നുണ്ട്, ദ IA സ്റ്റേറ്റ്സ് ദാറ്റ് എ റീസ്ട്രക്ചറിങ് പ്രൊവിഷൻ ഷുഡ് ഇൻക്ലൂഡ് ഓൺലി ദ ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ arising from the restructuring, which are those that are both necessarily entailed by the restructuring and not associated with the ongoing activities of the entity. അതായത് റീസ്ട്രക്ചറിങ് നടത്തിയാൽ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന എല്ലാ എമൗണ്ടിൻ്റെ മുകളിലും നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യൂല. ആ എമൗണ്ട് ഈ റീസ്ട്രക്ചറിങ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഡയറക്റ്റ് കോസ്റ്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ കമ്പനിയുടെ മറ്റുള്ള ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും കോസ്റ്റ് ഇൻകർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ റീസ്ട്രക്ചറിങ് നടത്താൻ വേണ്ടിയിട്ട് വരുന്ന ഡയറക്റ്റ് കോസ്റ്റ് എത്രയാണോ അതിൻ്റെ മുകളിലെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ മുന്നേ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു അല്ലേ? അപ്പം മുന്നേ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ ബ്രാഞ്ച് ബിയിൽ ടോട്ടൽ 1000 എംപ്ലോയീസ് ഉണ്ട്. അതിൽ നമ്മൾ 500 എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുത്തിട്ട് വേറെ ബ്രാഞ്ചിലേക്ക് കയറ്റാമെന്നും പിന്നെ ബാക്കി 500 എംപ്ലോയീസിനെ പിരിച്ചു വിടാമെന്നുമാണ് കമ്പനി വിചാരിച്ചത്. അപ്പോൾ അതിൽ എംപ്ലോയി ട്രെയിനിങ് കോസ്റ്റ് വരുന്നത് $300 ആണ്. ആൻഡ് റെഡൻഡൻസി, അതായത് പിരിച്ചു വിടാൻ കോസ്റ്റ് വരുന്നത് $400 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് റെഡൻഡൻസി കോസ്റ്റ് $400 മാത്രമേ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം $300 ട്രെയിനിങ് കോസ്റ്റാണ് $300. അപ്പോൾ ഈ $300 എന്ന് പറയുന്ന എമൗണ്ട് അത് ഓൺഗോയിങ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ റീസ്ട്രക്ചറിങ് നടത്താൻ വേണ്ടിയിട്ട്, അതായത് ബ്രാഞ്ച് ക്ലോസ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് റെഡൻഡൻസി കോസ്റ്റാണ്. ട്രെയിനിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ഓൺഗോയിങ് ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്യാനുള്ള കോസ്റ്റാണ്. അതിൽ നമുക്ക് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അവിടെ പറയുന്നുണ്ട്, ദ ഫോളോയിങ് കോസ്റ്റ് ഷുഡ് നോട്ട് ബി ഇൻക്ലൂഡഡ് വിത്തിൻ എ റീസ്ട്രക്ചറിങ് പ്രൊവിഷൻ: retraining or reallocating continuing staff, marketing, investment in new systems and distribution networks. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലോട്ടാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് കണ്ടീജൻറ്റ് ലയബിലിറ്റി.
അപ്പോൾ അവിടെ പറയുന്നുണ്ട് contingent liability defines as a present obligation that arises from past events but is not recognized because it is not probable that an outflow of resources embodying economic benefits will be required to settle the obligation. Okay. The amount of the obligation cannot be measured with sufficient reliability. അപ്പോൾ ഇവിടെ കണ്ടീജൻറ്റ് ലയബിലിറ്റിയും പ്രൊവിഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കണ്ടീജൻറ്റ് ലയബിലിറ്റി ഒരു പോസിബിൾ ഒബ്ലിഗേഷനാണ്. നേരെ മറിച്ച് ഒരു പ്രൊവിഷൻ പ്രൊബബിൾ ഒബ്ലിഗേഷനാണ്. അതായത് ഫ്യൂച്ചറിൽ ഒരു ഒബ്ലിഗേഷൻ വരാനും ചാൻസ് ഉണ്ട്, വരാതിരിക്കാനും ചാൻസ് ഉണ്ട്. അതിനെയാണ് കണ്ടീജൻറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. കണ്ടീജൻറ്റ് ലയബിലിറ്റീനെ നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ റെക്കോർഡ് ചെയ്യില്ല. പകരം അതിനെ നമ്മൾ നോട്ട്സ് ആയിട്ടാണ് ഡിസ്ക്ലോസ് ചെയ്യുക. ഓക്കെ, അടുത്തത് കണ്ടീജൻറ്റ് അസറ്റാണ്. കണ്ടീജൻറ്റ് അസറ്റ് പ്രൊബബിൾ ആണെങ്കിൽ അതിനെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യും. നേരെ മറിച്ച് കണ്ടീജൻറ്റ് അസറ്റ് പോസിബിൾ ആണെങ്കിൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യില്ല. ഒരു എക്സാമ്പിൾ പറയാം. The company expects to receive damages of $1 lakh and this is virtually certain, then an asset is recognized. അടുത്ത എക്സാമ്പിൾ, the company expects to probably receive damages of $1 lakh, then a contingent asset is disclosed. അതായത് ഒരു അസറ്റ് വരുമെന്ന് വേർച്വലി സർട്ടൺ ആണെങ്കിൽ നമ്മൾ അതിനെ അസറ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യും. നേരെ മറിച്ച് ഒരു അസറ്റ് വരുമെന്ന് പ്രൊബബിൾ ആണെങ്കിൽ അതിനെ നമ്മൾ കണ്ടീജൻറ്റ് അസറ്റായിട്ട് ഡിസ്ക്ലോസ് ചെയ്യും. ഇപ്പോൾ ഇവിടെ പ്രൊബബിൾ മാറിയിട്ട് പോസിബിൾ ആണ് വരുന്നതെങ്കിൽ അവിടെ ഒരു ഡിസ്ക്ലോഷറും നമ്മൾ ചെയ്യില്ല. നോ ഡിസ്ക്ലോസ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് ഓണറസ് കോൺട്രാക്റ്റ്. ഓണറസ് കോൺട്രാക്റ്റിൻ്റെ ഡെഫിനീഷൻ എന്താണ് അവിടെ പറയുന്നത്? An onerous contract is a contract entered into with another party under which the unavoidable cost of fulfilling the terms of the contract exceed any revenues expected to be received from the goods or services supplied or purchased directly or indirectly under the contract, and where the entity would have to compensate the other party if it did not fulfill the terms of the contract. അപ്പോൾ എന്താണ് ഓണറസ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓണറസ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺട്രാക്റ്റാണ്. നമുക്കറിയാം, നമ്മളൊരു കോൺട്രാക്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഓണറസ് കോൺട്രാക്റ്റ് ഒരു കോൺട്രാക്റ്റാണ്. ആൻഡ് ആ കോൺട്രാക്റ്റ് ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ അൺഅവോയ്ഡബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ആ കോൺട്രാക്റ്റ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് ആ കോൺട്രാക്റ്റിൽ നിന്ന് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്ട്സിനെ പറയുന്ന പേരാണ് ഓണറസ് കോൺട്രാക്റ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കോൺട്രാക്റ്റിൻ്റെ ഉള്ളിൽ കുറേ കോസ്റ്റ് ഉണ്ടാവും. അപ്പം ആ കോൺട്രാക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റിനേക്കാൾ ആ കോസ്റ്റ് കൂടുതലാണെങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്ട്സിനെ പറയുന്ന പേരാണ് ഓണറസ് കോൺട്രാക്റ്റ്.